നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 12500 PSC ബുള്ളറ്റിൻ GK ക്വസ്റ്റ്യന്റെ ഡിസ്കഷനാണ് ഇന്ന് ഭാഗം 56. ഇതിനു മുന്നേയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഗ്രഹപട്ടികയിൽ നിന്നും ശാസ്ത്രലോകം പുറംതള്ളിയ ഗ്രഹം ഏതാണ്? ഗ്രഹപട്ടികയിൽ നിന്നും ശാസ്ത്രലോകം പുറംതള്ളിയ ഗ്രഹമാണ് പ്ലൂട്ടോ എന്നാണ് 2006 പ്ലൂട്ടോയ്ക്ക് പ്ലാനറ്റ് എന്നുള്ളൊരു സ്ഥാനം നഷ്ടമായത്. ഗ്രാമ്പുവിന് ഗുണം നൽകുന്ന രാസവസ്തു ഏതാണ്? ഗ്രാമ്പുവിന് ഗുണം നൽകുന്ന രാസവസ്തുവാണ് യൂജീനോൾ. യൂജീനോൾ ആണ് ഗ്രാമ്പുവിന് ഗുണം നൽകുന്ന രാസവസ്തു, യൂജീനോൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹൗസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഹൗസ് ഓഫ് കോമൺസിലെ പ്രതിപക്ഷ നേതാവായിരുന്നത് സർ വിൻസ്റ്റൺ ചർച്ചിലാണ്. സർ വിൻസ്റ്റൺ ചർച്ചിൽ. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി ആണ് രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി, മൊറാർജി ദേശായി. കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ്. ഡാന്യൂബ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗോപുരം ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഗോപുരമാണ് ഈഫൽ ടവർ. ഈഫൽ ടവർ. ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലാണ് ഗ്രീൻലാൻഡ്. എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും എന്ന് പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇങ്ങനെ പറഞ്ഞത്. എവിടെ മനസ്സ് ഭയരഹിതമാകുന്നുവോ അവിടെ ശിരസ് ഉന്നതമാകും. എവിടെ വെച്ചാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്? നാഗ്പൂർ. നാഗ്പൂരിൽ വെച്ചിട്ടാണ് ഡോക്ടർ അംബേദ്കർ അനുയായികളോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചത്. നാഗ്പൂർ. ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം? 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത് എവിടെ വെച്ച്? ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് മനുഷ്യനിൽ ബീജസംയോഗം നടക്കുന്നത്. ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട്. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷിയാണ്. അടുത്ത ചോദ്യം, മനുഷ്യകോശത്തിൽ എത്ര ലിംഗ ക്രോമസോമുകളുണ്ട്? ഒരു ജോഡി. അതായത് 2 ക്രോമസോം ആണ് ലിംഗം നിർണ്ണയിക്കുന്നത്. എക്സും വൈയും അല്ലെങ്കിൽ എക്സും എക്സും. മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ഓവറിൽ 6 പന്തും സിക്സറിന് പറത്തിയ ആദ്യ താരം ഹെർഷൽ ഗിബ്സ്. ഹെർഷൽ ഗിബ്സ് ആണ്. അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച സാത് ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഗോവൻ വിപ്ലവമായിരുന്നു. ഗോവൻ വിപ്ലവം. അമിതാഭ് ബച്ചൻ ആദ്യമായി അഭിനയിച്ച ചിത്രമാണ് സാത് ഹിന്ദുസ്ഥാനി. അതിന്റെ പ്രമേയം ഗോവൻ വിപ്ലവമായിരുന്നു. അരിമ്പാറ ഉണ്ടാകുന്നതിന് കാരണം വൈറസ് ആണ്. അരിമ്പാറ അഥവാ വാർട്ട് എന്ന അസുഖം ഉണ്ടാകാൻ കാരണം വൈറസ് ആണ്. യുദ്ധം അരുത് എന്ന പേരിനർത്ഥമുള്ള ഇന്ത്യൻ നഗരമാണ് അയോധ്യ. യുദ്ധം അരുത് എന്നാണ് അയോധ്യ എന്ന പേരിന്റെ അർത്ഥം. കോഴിക്കോട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തുഷാരഗിരി. തുഷാരഗിരി വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസിയാണ് ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയത്. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കോൺഗ്രസിലെ മിതവാദി വിഭാഗത്തിന്റെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് തിയോഡർ ഹെർഷൽ ആണ്. തിയോഡർ ഹെർഷൽ ആണ് യുറാനസ് ഗ്രഹത്തെ കണ്ടെത്തിയത്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നതോ രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ രാജ്യസഭ, അധോസഭ ലോകസഭ.
മലബാർ കലാപത്തിനു ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത് ആരെയാണ്? ആലി മുസലിയാർ. ആലി മുസലിയാറിനെയാണ് മലബാർ കലാപത്തിനു ശേഷം ലഹളക്കാർ ഭരണാധികാരിയായി വാഴിച്ചത്. മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഏത് വർഷത്തിൽ? AD 1890 മലയാള മനോരമ പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അലക്സാണ്ടറുടെ കുതിരയുടെ പേരെന്താണ്? ബ്യൂസിഫാലസ്. ബ്യൂസിഫാലസ് എന്നതാണ് അലക്സാണ്ടറുടെ കുതിരയുടെ പേര്. കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവാണ് ഹരിസിംഗ്. രാജാ ഹരിസിംഗ് ആണ് കാശ്മീർ കരാറിൽ ഒപ്പുവെച്ച രാജാവ്. കരയിലെ മൃഗങ്ങളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ളത് ഏതിനാണ്? ഹിപ്പോപൊട്ടാമസ്. ഹിപ്പോപൊട്ടാമസിനാണ് കരയിലെ മൃഗങ്ങളിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനം. 1ാം സ്ഥാനം ആഫ്രിക്കൻ ആനയ്ക്കാണ്, 2ാം സ്ഥാനം ഹിപ്പോപൊട്ടാമസ്. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത്? ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങൾക്കാണ്? യുറാനസിന്റെ. യുറാനസ് കണ്ടെത്തിയത് ആരാ? ഹെർഷലാണ്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. വിക്ടർ ഹ്യൂഗോ രചിച്ച പാവങ്ങൾ എന്ന നോവൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലൂടെ 12 നദികളാണ് ഒഴുകുന്നത്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്? നെപ്റ്റ്യൂണിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത്. ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്ന് വർണ്ണിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ ആരാണ്? ദൈവഭൂമിയുടെ സംരക്ഷകൻ ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷ്. മാർപ്പാപ്പമാർ ഏത് പട്ടണത്തിലെ ബിഷപ്പ് കൂടിയാണ്? റോം. റോമിലെ ബിഷപ്പ് കൂടിയാണ് മാർപ്പാപ്പ. ഏത് അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത്? 80-ാം അനുച്ഛേദ പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് 12 പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. ദൈവത്തിന്റെ പൂന്തോട്ടം എന്ന പേരിനർത്ഥമുള്ള നഗരമാണ് ബാഗ്ദാദ്. ദൈവത്തിന്റെ പൂന്തോട്ടം എന്ന പേരിനർത്ഥമുള്ള നഗരം ഏതാണ്? ബാഗ്ദാദ്. ശങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര എന്തായിരുന്നു? കഴുതപ്പുറത്ത് ചെണ്ടക്കാരൻ. അപ്പോൾ കഴുതപ്പുറത്ത് ചെണ്ടക്കാരനാണ് ശങ്കേഴ്സ് വീക്കിലിയുടെ മുദ്ര. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ? യുറാനസ്. യുറാനസിന്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, ഓർത്തിരിക്കുക. ടൈറ്റാനിയ യുറാനസിന്റെ ഉപഗ്രഹമാണ്. കേരള സന്ദർശനത്തിനിടെ ഗാന്ധിജി പുലേരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? കേരള സന്ദർശനത്തിനിടെ ഗാന്ധിജി പുലേരാജ എന്ന് വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെയാണ്. കന്യകാറാണി എന്ന പേരിൽ ലോക ചരിത്രത്തിൽ പ്രസിദ്ധയായത്? കന്യകാറാണി എന്ന പേരിൽ ലോക ചരിത്രത്തിൽ പ്രസിദ്ധയായത് 1-ാം എലിസബത്ത് റാണിയാണ്. 1-ാം എലിസബത്ത് റാണി. പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ കാലിബംഗൻ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഖഗ്ഗർ. ഖഗ്ഗർ നദിയുടെ തീരത്താണ് കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത്. ഏത് മുഗൾ ചക്രവർത്തിയാണ് സാംബാജിയെ വധിച്ചത്? ഔറംഗസീബ്. ഔറംഗസീബാണ് സാംബാജിയെ വധിച്ചത്. ഔറംഗസീബ്. അൽ ബുക്കർക്കിന് ഭട്കൽ എന്ന സ്ഥലത്ത് കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയ വിജയനഗര ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. അൽ ബുക്കർക്കിന് ഭട്കൽ എന്ന സ്ഥലത്ത് കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയ വിജയനഗര ഭരണാധികാരി ആരാണ്? കൃഷ്ണദേവരായരാണ്. അൾട്രാസൗണ്ട് സ്കാനിംഗ് കണ്ടുപിടിച്ചത് ആരാണ്? ഡൊണാൾഡ്. ഡൊണാൾഡ് ആണ് അൾട്രാസൗണ്ട് സ്കാനിംഗ് കണ്ടുപിടിച്ചത്. ഡൊണാൾഡ്. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച അടിമ വംശത്തിലെ സുൽത്താനാണ് ബാൽബൻ. ദൈവത്തിന്റെ പ്രതിപുരുഷൻ. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച അടിമ വംശത്തിലെ സുൽത്താൻ ആരാണ്? ബാൽബനാണ്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായത്? വർഷം AD 1600. അക്ബർ. അക്ബറിന്റെ കാലത്താണ് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിതമായത്. അക്ബറിന്റെ കാലത്ത്. അടുത്തതായി കുറച്ച് കുഴപ്പിക്കുന്ന വസ്തുതകളാണ് പറയുന്നത്. ആദ്യത്തെ ഫാക്ട്, ലോകത്തിലെ ബൈസൈക്കിൾ നഗരം ചൈനയിലെ ബെയ്ജിങ്ങും ഇന്ത്യയിലെ ബൈസൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് പഞ്ചാബിലെ ലുധിയാനയുമാണ്. അപ്പൊ ലോകത്തിലെ ബൈസൈക്കിൾ നഗരം ഏതാണ്? ചൈനയിലെ ബെയ്ജിംഗ് ആണ്. ചൈനയിലെ ബെയ്ജിംഗ് ആണ് ലോകത്തിന്റെ ബൈസൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ബൈസൈക്കിൾ നഗരം പഞ്ചാബിലെ ലുധിയാനയാണ്. പഞ്ചാബിലെ ലുധിയാന. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശിക വാദം ഏതാണ്? ചിനൂക്കാണ്. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശിക വാദം ചിനൂക്ക്.
ഡോക്ടർ എന്ന അപരനാമമുള്ള പ്രാദേശികവാദം ഏതാണ്? ഹർമാറ്റൺ. ഡോക്ടർ ഹർമാറ്റൺ. ഗുരുജി എന്നറിയപ്പെട്ടത് മാധവ സദാശിവ ഗോൾവൽക്കറും ഗുരുദേവ് എന്നറിയപ്പെട്ടത് ടാഗോറും ആണ്. അപ്പോൾ ഗുരുജി എന്നറിയപ്പെട്ടത് ആരാണ്? മാധവ സദാശിവ ഗോൾവൽക്കർ. ഗുരുദേവ് എന്നറിയപ്പെട്ടതോ രവീന്ദ്രനാഥ ടാഗോർ. BC 4 അഗസ്തസ് സീസർ ചക്രവർത്തിയായിരുന്ന കാലത്ത് ക്രിസ്തുവിന്റെ ജനനമെന്ന് കരുതപ്പെടുന്നു. BC 4 അഗസ്തസ് സീസർ ചക്രവർത്തിയായിരുന്ന കാലത്താണ് ക്രിസ്തുവിന്റെ ജനനം. അപ്പോൾ BC 4 ക്രിസ്തുവിന്റെ ജനനം എന്ന് കരുതപ്പെടുന്നത്. AD 29 ടൈബീരിയൻസ് ചക്രവർത്തിയുടെ കാലത്താണ് ക്രിസ്തുവിനെ കുരിശിലേറ്റിയത്. AD 29 ടൈബീരിയസ് ചക്രവർത്തിയുടെ കാലത്താണ് ക്രിസ്തുവിനെ എന്ത് ചെയ്തത്? കുരിശിലേറ്റിയത്. തമിഴ്നാടാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം എങ്കിലും തെക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ തമിഴ്നാടാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം. തെക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്ന് പറയണം? തിരുവനന്തപുരമാണെന്ന് പറയണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്ന പേര് മാനവ് അധികാർ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ആസ്ഥാനമോ അഗസ്റ്റ് ക്രാന്തി ഭവൻ. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ മാനവ് അധികാർ ഭവൻ, ഇൻഫർമേഷൻ കമ്മീഷൻ ആണെങ്കിൽ അഗസ്റ്റ് ക്രാന്തി ഭവൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം ഏതാണ്? 4 സുവിശേഷങ്ങളാണ് ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം. 4 സുവിശേഷങ്ങൾ. ശിവജിയുടെ ആത്മീയ ഗുരുവാണ് ഗുരു രാംദാസ്. രാംദാസ് ആണ് ശിവജിയുടെ ആത്മീയ ഗുരു. അടുത്ത ചോദ്യം. ഏത് മഗധ രാജാവിന്റെ കാലത്താണ് ശ്രീബുദ്ധൻ അന്തരിച്ചത്? അജാതശത്രുവിന്റെ കാലത്താണ് ശ്രീബുദ്ധൻ അന്തരിച്ചത്. ഇന്ത്യയിൽ സിനിമാ പരസ്യം പ്രസിദ്ധീകരിച്ച ആദ്യ പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സിനിമാ പരസ്യം പ്രസിദ്ധീകരിച്ച ആദ്യ പത്രം ഏതാണ്? ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഏത് മുഗൾ രാജകുമാരനാണ് ഭഗവത്ഗീത പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തത്? ദാരാഷിക്കോ. ദാരാഷിക്കോ ആരാണ്? ഷാജഹാന്റെ പുത്രനായ ദാരാഷിക്കോവ് ആണ് ഭഗവത്ഗീത പേർഷ്യൻ ഭാഷയിലേക്ക് എന്ത് ചെയ്തത്? തർജ്ജമ ചെയ്തത്. കാക്കനാടന്റെ യഥാർത്ഥ പേരാണ് ജോർജ് വർഗീസ്. അപ്പൊ ജോർജ് വർഗീസ് എന്നതാണ് കാക്കനാടന്റെ യഥാർത്ഥ പേര്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മുഗൾ ശില്പകല അതിന്റെ പാരമ്യതയിൽ എത്തിയത്? ഷാജഹാന്റെ കാലത്താണ് മുഗൾ ശില്പകല അതിന്റെ പാരമ്യതയിൽ എത്തിയത്. കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനയെയാണ്? വൈലോപ്പിള്ളിയുടെ രചനയെയാണ് കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത്. കാത്തോലിക് എന്ന പദം ഏത് ഭാഷയിൽ നിന്നും നിഷ്പക്ഷമായതാണ്? ഗ്രീക്ക്. അപ്പോൾ ഗ്രീക്ക് ഭാഷാ പദമാണ് ഏത്? കാത്തോലിക് എന്ന് പറയുന്നത്. ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെടുന്നത് അഷ്ടപ്രധാൻ. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അഷ്ടപ്രധാൻ ആരുടെ മന്ത്രിസഭയാണ്? ശിവജിയുടെ മന്ത്രിസഭയാണ്. പ്രാചീന കാലത്ത് ദക്ഷിണ കോസലം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. പ്രാചീന കാലത്ത് ദക്ഷിണ കോസലം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്ന പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ. ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? പനാമ കനാലാണ്. കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് എത്രയാണ്? 310 ആണ്. ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്? 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1935 RBI നിലവിൽ വന്നു. NCNA ഏത് രാജ്യത്തിന്റെ ന്യൂസ് ഏജൻസിയാണ്? NCNA ഏത് രാജ്യത്തിന്റെ ന്യൂസ് ഏജൻസിയാണ്? ചൈനയുടെ. ഏത് മലമുകളിലാണ് കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത്? പഴനി മല. NDA സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയോടെ പ്രസിഡന്റ് ആയ വ്യക്തി? NDA സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയോടെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് APJ അബ്ദുൽ കലാം. ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് വുഡ് ബുഫ്ലോ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി. ഏറ്റവും ലവണാംശം കൂടിയ കടലാണ് ചാവുകടൽ. ഏറ്റവും ലവണാംശം കൂടിയ കടൽ ഏതാണ്? ചാവുകടലാണ്. അടുത്ത ചോദ്യം. സ്റ്റെന്റ് ചികിത്സ ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സ്റ്റെന്റ് ചികിത്സ.
അവസാനത്തെ ചോദ്യം, ഏറ്റവും കുറച്ചു കാലം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? വില്യം ഹെൻറി ഹാരിസൺ. വില്യം ഹെൻറി ഹാരിസൺ ആണ് ഏറ്റവും കുറച്ചു കാലം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ സീരീസ് നമ്മൾ ഡെയിലി കണ്ടിന്യൂ ചെയ്തതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്